സഹോദരങ്ങളെ, ഒരു കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയമാണ് ജനാസ സംസ്കരിക്കുക എന്നത്. ആ കാര്യത്തിലുള്ള അറിവുണ്ടാവുക, ബോധ്യമുണ്ടാവുക എന്നത് ആവശ്യമാണ് എന്നാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു വെച്ചത്. ഇനി നമുക്ക് കാണാൻ സാധിക്കും, അതുമായി ബന്ധപ്പെട്ട് തന്നെ വൽ വാജിബു ഗുസ്ലത്തുൻ വാഹിദത്തുൻ, ഒരു മയ്യിത്തിനെ കുളിപ്പിക്കേണ്ടത് നിർബന്ധമായും ഒരു തവണയെങ്കിലും കുളിപ്പിക്കണം. പൂർണ്ണമായും വെള്ളം കൊണ്ട് കഴുകുന്ന രൂപത്തിൽ ഒരു തവണയെങ്കിലും ആകേണ്ടതുണ്ട്. വൽ മുസ്തഹബു, എന്നാൽ സുന്നത്തുള്ളത് സലാസു ഗസലാത്തിൻ, 3 തവണ കുളിപ്പിക്കലാണ്. ഒരു തവണ പൂർണ്ണമായി കഴുകി വൃത്തിയാക്കി, രണ്ടാമതും പൂർണ്ണമായി ഒന്നുകൂടിയൊക്കെ വെള്ളമൊക്കെ കഴുകി വൃത്തിയാക്കി, അങ്ങനെ 3 തവണ ചെയ്യലാണ്. എന്നാൽ 3 തവണയും കഴിഞ്ഞിട്ടും വല്ല നജസ്സുകളും മാലിന്യവും കാണുകയാണെങ്കിൽ അയാൾക്ക് ഇനിയും ആ ജനാസ കുളിപ്പിക്കാം. പക്ഷേ പിന്നീട് അവസാനിപ്പിക്കുന്നത് ഒന്നുകിൽ 5 ആവണം, അല്ലെങ്കിൽ 7 ആവണം. ഒറ്റയായി അവസാനിപ്പിക്കൽ ഈ വിഷയത്തിലും സുന്നത്താണ്. അവസാനം ആ എത്രാമത്തെ തവണയാണോ കുളിപ്പിക്കുന്നതിൽ അവസാനം നമ്മൾ ഒഴിക്കുന്ന വെള്ളം കാഫൂർ ചേർത്തുകൊണ്ടായിരിക്കണം. നോക്കൂ നിങ്ങൾ, ഹദീസാണ് ഈ പഠിപ്പിച്ചു തരുന്നത്. ഒരു ജനാസയുടെ കുളിപ്പിക്കുന്നതിൽ ചേർക്കേണ്ടുന്ന മിശ്രിതത്തിനെ വരെ വിശദീകരിച്ചു തന്ന മതത്തിന്റെ പേരാണ് ഇസ്ലാം. കാഫൂർ ചേർക്കാൻ, കർപ്പൂരം ചേർക്കാൻ. എന്താണ് അതിനത്തെ പ്രത്യേകത? ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ പറയാണ്, അവൻ്റെ ശരീരത്തിനൊരു ഉറപ്പ് നൽകുന്ന ഒരു സാധനമാണ് കാഫൂർ. അതേപോലെ തന്നെയാണ് വയുതയ്യിബുഹു, അതിനൊരു നല്ല സുഗന്ധം ലഭിക്കുന്നതാണ്. ഒരു ജനാസയിൽ ഉണ്ടാകുന്ന ദുർഗന്ധങ്ങൾ പോയി കിട്ടുന്നതാണ്. വയുബരിദുഹു, ആ കാഫൂർ കൊണ്ട് കുളിപ്പിച്ച് കഴിയുമ്പോൾ നല്ല ഒരു തണുത്ത അന്തരീക്ഷത്തിലേക്ക് ആ ജനാസ എത്തിപ്പെടുന്നതാണ്. ആ നിലക്ക് അതിനോടുള്ള ഒരു ബഹുമാന ആദരവുകൾ സൂക്ഷിച്ചുകൊണ്ട് ആ ജനാസയെ നന്നായി കുളിപ്പിച്ചതിനു ശേഷം അതിൻ്റെ ശരീരത്തിലുള്ള വെള്ളമൊക്കെ ഒപ്പിയെടുത്തുകൊണ്ട് വെള്ളം പൂർണ്ണമാക്കി അവിടെ തുടച്ചെടുക്കുക. ഇനി ചില സന്ദർഭങ്ങൾ എത്രത്തോളം ഫിഖ്ഹിന്റെ ഉലമാക്കന്മാർ പറയും, ചില ജനാസകൾ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥകൾ വരും. റോഡിൽ ചിതറിക്കിടക്കുന്ന മൃതശരീരങ്ങളുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വാഹനങ്ങളുടെ അടിയിൽ, ടയറിൻ്റെ അടിയിൽ കുടുങ്ങിയ എത്ര മയ്യത്തുകളെയാണ് നമ്മൾ വാരിയെടുത്ത് കൊണ്ടുപോകുന്നത്? എപ്പോഴെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ആ ജനാസകൾ ചിലപ്പോൾ എടുത്ത് വെള്ളമൊഴിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരും. ചില മൃതശരീരങ്ങൾ കത്തിക്കരിഞ്ഞതായിരിക്കും, അതിൽ വെള്ളമൊഴിച്ചാൽ അവയവങ്ങൾ ഇല്ലാതെ അങ്ങ് ചോർന്നു പോകും. എന്തു ചെയ്യും? ആ ജനാസയെ ഒരു കാരണവശാലും വെള്ളമൊഴിക്കരുത്. തയമ്മും ചെയ്തുകൊണ്ട് അത് വൃത്തിയാക്കുകയാണ് വേണ്ടത്. അതിന് തയമ്മം ചെയ്യാൻ അറിയണം. അത് മണ്ണിൽ കൈവച്ചുകൊണ്ട് ചെയ്യേണ്ടുന്ന തയമ്മും അത് പഠിക്കേണ്ടതുണ്ട്. ഇനി ചിലപ്പോൾ ചില ശരീരത്തിന്റെ ഭാഗങ്ങൾ മാത്രം വെള്ളമൊഴിക്കാൻ പറ്റാത്ത ഘട്ടങ്ങൾ വരും. ചില സർജറികൾ കഴിഞ്ഞ ഭാഗങ്ങൾ ഉണ്ടാകും, ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണം കൊണ്ടുണ്ടാകുന്ന ആ ഭാഗം മാത്രം വെള്ളം കൊണ്ട് കഴുകാതെ അവിടെ തയമ്മും ചെയ്യുക, ബാക്കിയുള്ള ഭാഗം വെള്ളം ഒഴിച്ച് കഴുകുക. അപ്പൊ എന്തൊക്കെയാണെങ്കിലും അവിടെ ഇസ്ലാം ഒരു പ്രതിവിധി പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാനാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് കഴിഞ്ഞാൽ ജനാസയെ ഒരു കഫൻ പുടവയിലേക്ക് പൊതിയുക എന്നതിനാണ് തക്ഫീൻ എന്ന് പറയുന്നത്. ഇതെന്തുകൊണ്ടാണ് ഖുത്ബയിലൂടെ പഠിപ്പിക്കുന്നത് ചോദിച്ചാൽ, നമ്മുടെ പല പ്രാദേശികമായ പല പള്ളികളിലും ദർസുകളിലുമൊക്കെ മയ്യിത്ത് സംസ്കരണത്തിന്റെ ഒരു പ്രാക്ടിക്കൽ രൂപങ്ങൾ പോലും ക്ലാസ്സുകൾ എടുത്ത് കാണിച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ വന്ന് ഇരിക്കാൻ ആളുകൾക്ക് സമയമില്ല. അത് കേട്ട് പഠിക്കാൻ ആവശ്യമില്ല. എന്തേ കാരണം? അതൊക്കെ ഇനി കുടുംബത്തിൽ എന്തെങ്കിലും ഉണ്ടായാലും മറ്റോനെ വിളിച്ചാൽ ഓൻ വരും, അയാളെ വിളിച്ചാൽ അയാൾ വരും, ഞാൻ വിളിച്ച എന്തായാലും വരും. അതുകൊണ്ട് നമുക്ക് പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള തോന്നലോടെ അത്തരം കാര്യങ്ങൾക്ക് വരാതിരിക്കുന്ന സാഹചര്യങ്ങളെ കൊണ്ട് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. ഒരു ജനാസയെ കഫൻ ചെയ്യുക എന്നത് വലിയ പ്രാധാന്യമുണ്ട്. ഇസ്ലാമിന്റെ കാലഘട്ടത്തിലെ ചരിത്ര സംഭവങ്ങളെല്ലാം വായിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, ഒരാൾ ഇഹ്റാമിലായിരിക്കെ മരിച്ചവനാണെങ്കിൽ അവനെ ഇഹ്റാമിന്റെ തുണി കൊണ്ട് തന്നെ കഫൻ ചെയ്യണം. ഒരാൾ യുദ്ധത്തിൽ മരിച്ചവനാണെങ്കിൽ അവനെയും കഫൻ ചെയ്യണം. ആ യുദ്ധത്തിൽ ധരിച്ച വസ്ത്രങ്ങളോടെ, ചോരപ്പാടുകളോടെ കുളിപ്പിക്കാതെ അവനെ മറവ് ചെയ്യണം. എന്നാൽ നോർമലി ഒരു മുസ്ലിം മരിച്ചാൽ അവനെ തക്ഫീന് ചെയ്യണം. ഫിഖ്ഹിന്റെ കിതാബ് പഠിപ്പിക്കുകയാണ്, ഷറത്തുണ്ട്, ഒരു നിബന്ധന, ഒറ്റ നിബന്ധനയാണ് പാലിക്കേണ്ടത്. അയ്യകൂന സാത്തിറ, നീ കഫൻ ചെയ്യുന്ന വസ്ത്രം പൂർണ്ണമായി മറക്കുന്നതായിരിക്കണം.
ആളുടെ ശരീരം മുഴുവൻ മറയുന്നതായി മാറണം. അതുകൊണ്ടാണ് മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ ഉഹദിന്റെ രണഭൂമിയിൽ നിന്ന് എടുത്തുകൊണ്ട് മറവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ നബി തങ്ങൾ പറയാണ്, സ്വഹാബി എടുത്തിരുന്ന വസ്ത്രം കൊണ്ട് കഫൻ ചെയ്താൻ പറഞ്ഞു. പക്ഷെ ആ വസ്ത്രത്തിന്റെ നീളത്തിന്റെ കുറവ് കാരണം കൊണ്ട് തലമറച്ചാൽ കാലിന്റെ ഭാഗം മറക്കാൻ പറ്റുമായിരുന്നില്ല. അപ്പോൾ കാലിന്റെ ഭാഗത്തേക്ക് വലിച്ചുകൊണ്ട് വസ്ത്രം കെട്ടിപ്പൂട്ടുമ്പോൾ തല കാണാൻ കഴിയുകയാണ്. സഹിക്കവയ്യാതെ സ്വഹാബത്ത് വല്ലാതെ വിഷമിച്ചു പോയി. കാരണം ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന് മക്കയിലെ ധനാഢ്യന്മാരായ സുഖലോലുപന്മാരായ വലിയ വലിയ സ്ഥാനക്കാരായിരുന്ന ആളുകൾ ധരിച്ചിരുന്ന വസ്ത്രവും ഉടുത്തിരുന്ന മുണ്ടും നല്ല സുഗന്ധങ്ങളും പൂശിയിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഇസ്ലാം സ്വീകരിച്ച് അവസാനം മരിക്കുന്ന സമയത്ത് സ്വന്തം ശരീരം ഒന്ന് മറക്കാൻ മാത്രമുള്ള വസ്ത്രം പോലും ഇല്ലാതെ പോയി. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, എങ്കിൽ കഴിയാവുന്നത് രൂപത്തിൽ തല നന്നായി മറച്ചെടുക്കുക. കാലിന്റെ ഭാഗത്ത് ഇദ്ദഖർ എന്ന പുല്ല് കൊണ്ട് അദ്ദേഹത്തെ അവിടെ മൂടിയെടുക്കാൻ പറഞ്ഞു. അവര് മേൽക്കൂര ഉണ്ടാക്കാൻ, വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന്റെ മേൽഭാഗത്ത് വെച്ചുറപ്പിക്കുന്ന പുല്ലാണ് ഇദ്ദഖർ പുല്ല്. ആ പുല്ലെടുത്തുകൊണ്ട് കാലുകൾ കെട്ടി ഭദ്രമാക്കി അവിടെ മറക്കാൻ പറയുന്നു. എന്നിട്ട് മറവ് ചെയ്യാൻ പറയുന്നു. വെള്ള വസ്ത്രമായിരിക്കലും വൃത്തിയുള്ളതായിരിക്കലും സുന്നത്താണ്. പുരുഷനാണെങ്കിൽ 3 തുണിയിലായി കഫൻ ചെയ്യണം. വൽമർഅതു പെണ്ണാണെങ്കിൽ 5 അസ്വാബിൻ 3 വസ്ത്രങ്ങൾക്ക് പുറമെ 2 വസ്ത്രങ്ങളായി ഇസാറും വഹിമാറുൻ ഒരു മുഖമക്കനെ ഇട്ട് കൊടുക്കുന്നു. ഒരു ഇസാറ് അടിയിൽ താഴ്ഭാഗത്തൊരു വസ്ത്രം ഇട്ടുകൊടുക്കുന്നു, താഴ്വസ്ത്രം ഇട്ടുകൊടുക്കുന്നു. ഒന്നാകെ മൂടിപ്പോകുന്ന ഒരു വസ്ത്രവും ലഫാഫൈനി പിന്നെ 2 വസ്ത്രം പൂർണ്ണമായി മൂടിയെടുക്കുന്ന മൊത്തത്തിൽ 5 തുണികൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആ മയ്യിത്തിനെയും ജനാസയെയും കഫൻ ചെയ്യേണ്ടതുണ്ട്. അവസാനമായി ഹനൂത്ത് ചെയ്യാൻ ആവശ്യമായ സ്ഥലത്ത് ചിലപ്പോൾ മാലിന്യങ്ങൾ വരാൻ സാധ്യതയുള്ള മൂക്ക്, ചെവി, വായ, ഗുഹ്യഭാഗങ്ങൾ, അവിടെയൊക്കെ പഞ്ഞി വെക്കുന്നതിലും നിബിധങ്ങളുടെ സുന്നത്തായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഹനൂത്ത് ഉപയോഗിക്കുക എന്നാ പറയാം. മാലിന്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ആ കഫൻ പുടവയിൽ കൃത്യമായി ശരിയായ രൂപത്തിൽ അറിഞ്ഞ് അത് മടക്കി വെച്ച് വലതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത് പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നീട് ഗൗരവമായ ഒരു കാര്യം നമുക്ക് ചെയ്യാനുണ്ട്. ആ വിഷയമാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. വസ്വലാത്തു അലൽ മയ്യിത്തി, മയ്യിത്ത് നിസ്കരിക്കുക, മയ്യിത്ത് നമസ്കരിക്കുക. ഈ വിഷയത്തിൽ നമ്മൾ എത്രമേർ ജാഗ്രതയുള്ളവരാണ്. ഒരു മരണവാർത്ത കേട്ടാൽ ആ മയ്യിത്തിന്റെ ജനാസയുടെ സമയം ഏതാന്ന് അന്വേഷിക്കുന്ന എത്ര പേരുണ്ട്? കടയിൽ നിന്നൊരു 10 മിനിറ്റ് ലീവ് എടുത്താൽ ഒരു മയ്യിത്ത് നമസ്കാരം കിട്ടും, പക്ഷേ പോകാൻ മനസ്സനുവദിക്കുന്നില്ല. സ്കൂളിൽ നിന്ന് വിദ്യാലയത്തിൽ നിന്ന് വേണ്ടി വന്നാൽ ഒരു പീരീഡ് ഒന്ന് മാറ്റിവെച്ചാൽ ഒരു ജനാസ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ പറ്റും, പക്ഷെ ഇറങ്ങൂല. കല്യാണമുണ്ടെങ്കിൽ ലീവ് എടുക്കും, ടൂർ ഉണ്ടെങ്കിൽ ലീവ് എടുക്കും, വേറെ ഏത് മാമൂലുകൾക്കും ലീവ് എടുക്കും. എന്നാൽ നമ്മുടെ കൂടെ ജീവിച്ച പ്രിയപ്പെട്ടവനായ ഒരു മനുഷ്യന്റെ ജനാസക്ക് വേണ്ടി അവസാനം ഒന്ന് നമസ്കരിച്ച മാന്യമായ ഒരു യാത്രയപ്പിന് നമ്മൾ തയ്യാറാകാറുണ്ടോ? ഇസ്ലാം പഠിപ്പിച്ച മര്യാദ നോക്ക്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ, സ്വഹാബി വര്യനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, മൻ ഷഹിദൽ ജനാസ, ആരെങ്കിലും ഒരു ജനാസയുടെ കാര്യങ്ങൾ പങ്കെടുത്താൽ, ഹത്താ യുസല്ലി അലൈഹാ, ആ ജനാസക്ക് നമസ്കരിക്കുന്നത് വരെ. അത്ര തിരക്കാണെങ്കിൽ നമസ്കാരം കഴിഞ്ഞിട്ട് പോയിക്കോ. നമസ്കാരം വരെയെങ്കിലും പങ്കെടുക്കുകയാണെങ്കിൽ ഫലഹു ഖീറാത്തുൻ, അവനൊരു ഖീറാത്ത് പ്രതിഫലമുണ്ട്. ഇത് വേറൊന്നിനും പറഞ്ഞില്ല, ജനാസക്കുള്ള നമസ്കാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു ഖീറാത്ത് പ്രതിഫലമുണ്ട്. വമൻ ഷഹിദഹാ ഹത്താ തുദ്ഫന, ഒരാൾക്ക് മയ്യിത്തിനെ ഖബറടക്കി കഴിയുന്നത് വരെ അതിന്റെ കാര്യത്തിൽ സാക്ഷികളാകാൻ കഴിഞ്ഞാൽ ഫലഹു ഖീറാത്വാനി, അവന് 2 ഖീറാത്ത് പ്രതിഫലമുണ്ട്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കുള്ളത് പോലെ തന്നെ അന്ന് സ്വഹാബത്ത് ചോദിക്കുകയാണ്, എന്താണ് നബിയെ ഈ 2 ഖീറാത്ത് എന്ന് പറഞ്ഞാൽ? فقال النبي صلى الله عليه وسلم مثل الجبلين العظيمين,
രണ്ട് വലിയ ഭീമമായ പർവ്വത സമാനമായ പ്രതിഫലം, കൂറ്റൻ മലകളുടെ പ്രതിഫലം, അത്രയും ഉയരമുള്ള കനം കെട്ട പ്രതിഫലമാണ് മയ്യിത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുന്നത്. ഒരു വ്യക്തിയുടെ ജനാസക്ക് വേണ്ടി നമസ്കരിക്കാൻ 40 ആളുകൾ, എങ്ങനെ ശിർക്ക് ചെയ്യാത്ത, കലർപ്പില്ലാത്ത തൗഹീദിന്റെ ഇഖ്ലാസിന്റെ മനസ്സോടെ 40 പേരുകൾ, മറ്റൊരു ഹദീസിൽ 100 പേരെന്നൊക്കെയുണ്ട്. അങ്ങനെ ഒരു ജനാസക്ക് വേണ്ടി അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കുടുംബക്കാരും ബന്ധുക്കളൊക്കെ ഇങ്ങനെ ഉണ്ടാകും. ബാക്കിയുള്ളവരൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് ചായ കുടിച്ചവരുണ്ടാകും, ഒരുപാട് കാലം യാത്ര പോയവരുണ്ടാകും, എന്നും കാണുമ്പോൾ ചിരിച്ച് സംസാരിച്ചവരൊക്കെ ഉണ്ടാകും. പക്ഷെ ആ മനുഷ്യനൊന്ന് മരിച്ചപ്പോൾ ഒന്ന് പോയി നമസ്കരിച്ച ആ മനുഷ്യന്റെ പാപമോചനത്തിന് വേണ്ടി പറയാൻ മനസ്സു കാണിക്കാത്തവർക്കുള്ളതാണ് ഈ ഹദീസ്. എത്ര വമ്പിച്ച പ്രതിഫലമാണ് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് മയ്യിത്ത് കണ്ടുപോരുന്ന ഒരു അവസ്ഥക്ക് പകരമായി കാഴ്ചക്കപ്പുറത്ത് കാണാൻ പറഞ്ഞത് രോഗം വരുമ്പോഴാണ്. രോഗിനെ സന്ദർശിക്കണം, മയ്യിത്തിനെ സന്ദർശിക്കലല്ല പഠിപ്പിച്ചത്. മയ്യിത്തിന് വേണ്ടി നമസ്കാരത്തിലും തദ്ഫീനിലും പങ്കെടുക്കാനാണ് പറഞ്ഞു. ഒരാൾ മയ്യിത്ത് നമസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇനി പറയുന്ന നിബന്ധനകൾ അയാൾ പാലിക്കണം. നീയത്തോടെയായിരിക്കണം. ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലക്ക് നേരെ തിരിയണം. സത്റുൽ ഔറ, ഔറത്ത് മറക്കണം. ത്വഹാറ, ശുദ്ധിയുള്ളവനാകണം. ഇജ്തിനാബുൻ നജാസ, നജസില്ലാത്തവനായി മാറണം. ഇസ്ലാമോ, നിസ്കരിക്കുന്നവനും മയ്യിത്തും മുസ്ലിമായിരിക്കണം. ഹുദൂറുൽ ജനാസ, ജനാസ അവിടെ ഉണ്ടായിരിക്കണം. മുക്കല്ലിഫൻ, പ്രായപൂർത്തി എത്തിയ ആളായിരിക്കണം. ഇവരൊക്കെ ആ നിബന്ധനകൾ പാലിക്കേണ്ടവരാണ് എന്നർത്ഥം. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ അവന്റെ നിസ്കാരം സ്വീകരിക്കൂല. കുറെ ആൾക്കാരുണ്ട്, ഇമാമ് വരെ കയറി നിൽക്കും. മയ്യിത്ത് നമസ്കാരത്തിന് അവർ കയറി ചാടിക്കേറി ഇമാമ് നിൽക്കും. മയ്യിത്ത് നമസ്കാരത്തിന്റെ പ്രാർത്ഥന അറിയില്ല, മിണ്ടാതെ നടക്കണോണ്ട് ആർക്കും അറിയില്ല. തക്ബീർ കെട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ഇനി എന്താണെന്ന് അറിയില്ല. ഒന്ന് നല്ലോണം ആലോചിച്ചു. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ അവന്റെ നിസ്കാരം സ്വീകാര്യമല്ല. ഒന്ന്, അൽ ഖിയാമു ഫിഹാ, നിന്നുകൊണ്ട് നിസ്കരിക്കണം. 2, അത്തക്ബീറാത്തുൽ അർബ, 4 തക്ബീറുകൾ ചൊല്ലണം. 3, ഖിറാഅത്തുൽ ഫാത്തിഹ, ഫാത്തിഹ ഓതിയിരിക്കണം. 4, അസ്സലാത്തു അലൻ നബി, നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. 5, അദ്ദുആഉ ലിൽ മയ്യിത്തി, മയ്യിത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അത്തർതീബ്, ക്രമപ്രകാരം ചെയ്യണം. 6, അത്തസ്ലീം, സലാം വീട്ടേണ്ട സമയത്ത് സലാം വീട്ടണം. ഈ കാര്യങ്ങൾ ആ നമസ്കാരത്തിന്റെ അടിയന്തിര ഘടകമാണ്. ഇനി നമസ്കാരത്തിന്റെ പൂർണ്ണമായ സുന്നത്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവനാണെങ്കിൽ ഓരോ തക്ബീറിനും കൈകൾ ഉയർത്തുക. സൂറത്ത് ഓതുന്നതിന്റെ മുമ്പ് ഇസ്തിആദത്ത് പ്രാർത്ഥിക്കുക. മുസ്ലിമീങ്ങൾക്കും തനിക്കും മയ്യിത്തിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ പതുക്കെയായി ഖുർആൻ പാരായണം ചെയ്യുക. 4ാമത്തെ തക്ബീറിന് ശേഷം ഒരൽപ്പം നിൽക്കുക, മൗനം പാലിക്കുക. വലത് കൈ ഇടത് കൈയിന്റെ മേലെ വെക്കുക. അതുപോലെ തന്നെ സലാം വലതു ഭാഗത്തേക്കെങ്കിലും സലാം വീട്ടുക എന്നത് അതിന്റെ സുന്നത്തുകൾ ലഭിക്കാനുള്ള കാരണമാണ്. ഇനി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക, നമ്മൾ കൃത്യമായി ഇത്രയും ആത്മാർത്ഥമായി നിർവഹിക്കുന്ന ഈ നമസ്കാരത്തിന്റെ കാര്യം നമുക്ക് ശരിക്കറിയുമോ? ഇത് വേറെ ഒരാളോട് ചോദിക്കാൻ പറ്റൂല. നമ്മളോടെ ചോദിക്കേണ്ടത്, ഓരോ മഹല്ലിലും ഓരോ ദിവസവും എത്ര ജനാസ നമസ്കാരം വരുന്നു? ആ നമസ്കാരത്തിൽ പങ്കെടുത്ത് പറയേണ്ടുന്ന പ്രാർത്ഥന പഠിച്ചിട്ടുണ്ടോ? വേണ്ട. സ്വന്തം പിതാവിൻ്റെ മാതാവിൻ്റെ ജനാസയുടെ മുമ്പിൽ നിന്ന് നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആ പറയുന്ന പ്രാർത്ഥന ആ സമയത്ത് എണീറ്റ് നിന്ന് പഠിച്ച നിങ്ങൾക്ക് പഠിയാൻ പോണില്ല. നിങ്ങൾ ഏത് ആപ്പ് ഡൗൺലോഡ് ചെയ്താലും ആ സമയത്ത് ചാടി എഴുന്നേറ്റ് വേഗത്തിൽ പഠിച്ചാൽ ബേജാറ് കൊണ്ട് പഠിക്കാൻ പറ്റിയ ഒന്നല്ലത്. അതുകൊണ്ട് നേരത്തെ പഠിച്ചെടുക്കണം. നമ്മൾ ഓരോ ക്ലാസ്സിനും ഇങ്ങനെ ആളുകളെ ക്ഷണിക്കുകയും അനൗൺസ് ചെയ്യുകയും ഖുത്ബയിൽ പറയുകയൊക്കെ ചെയ്യുന്നത് ഓരോ ക്ലാസ്സുകളിൽ നിന്നും കിട്ടുന്ന പ്രാർത്ഥനകളും ഹദീസുകളും ഒക്കെ പഠിച്ച് അവനവൻ്റെ ദുനിയാവിനും ആഖിറത്തിനും നേട്ടമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. എല്ലാം കൂടി ഒരു ഖുത്ബയിലൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത് പഠിച്ചെടുക്കണം. വളരെ പ്രധാനമായി ഫാത്തിഹ സൂറത്ത് ഓതിയെടുക്കുക എല്ലാവർക്കും അറിയാൻ കഴിയുന്നതാണ്. 2ാമത്തേത് അസ്സലാത്തു അലൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലല. നമ്മളൊക്കെ പള്ളിയിൽ ഒരു ജനാസ കൊണ്ടുപോയി വെച്ചാൽ ഉടൻ തന്നെ പള്ളിയിലെ ഖത്തീബ് തിരിഞ്ഞു നിന്നുകൊണ്ട് പറയും, നമ്മൾ ഇങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്. 1ാമത്തേതിൽ ഫാത്തിഹയാണ്, 2ാമത്തെ തക്ബീറിൽ സ്വലാത്താണ്. എന്നിട്ട് ഇമാമ് ഒരു കാര്യം കൂടി ചേർത്ത് പറയും, ഇബ്രാഹിമി സ്വലാത്താണ് ചൊല്ലേണ്ടത്. എന്റെ കാരണം ഇസ്ലാമിൽ ആ സ്വലാത്തേ ഉള്ളൂ.
ഇസ്ലാമിൽ ആ സ്വലാത്താണ് മാതൃകയുള്ളത്. പുതുതായി ഉണ്ടാക്കിയ സ്വലാത്തുൽ ഫാത്തിഹ്, താജുസ്സലാത്ത് പോലെ അവനവന്റെ പോക്കറ്റ് നിറക്കാനും കാര്യലാഭത്തിനും വേണ്ടി തങ്ങൾ ബിരുദം വാലിൽ ചുറ്റിപ്പൊതിഞ്ഞുകൊണ്ട് ഓരോരുത്തരുണ്ടാക്കിയ സ്വലാത്ത് നിസ്കാരത്തിൽ ചെല്ലാൻ പറ്റൂല. എന്താ പറ്റാത്തത്? അത് ഇസ്ലാമിൽ ഇല്ലാത്തത് കൊണ്ട്. സ്വലാത്ത് വാർഷികങ്ങൾ, സ്വലാത്ത് പെട്ടികൾ, സ്വലാത്ത് ആഘോഷങ്ങൾ, സ്വലാത്ത് പാർസലുകൾ, ഇതൊക്കെ ഇസ്ലാമിൽ ഇല്ലാത്തത് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇബ്രാഹിം സ്വലാത്താണ് നമ്മൾ നിസ്കാരങ്ങളിലെല്ലാം ചൊല്ലേണ്ടത്. അത് തന്നെയാണ് നമസ്കാരം കഴിഞ്ഞാലും ഇസ്ലാമിലുള്ളൂ. മൂന്നാമത്തേത് മയ്യത്തിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹ്മഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസ്ലഹു വവസ്സിഅ മദ്ഖലഹു വഗ്സിൽഹു ബിൽമാഇ വസ്സൽജി വൽബറദ് തുടങ്ങിയ ഒരൽപ്പം ദീർഘമായ പ്രാർത്ഥന. അല്ലാഹുവേ, ഈ മയ്യിത്തിന് പുറത്തു കൊടുക്കണേ. അല്ലാഹുവേ, ഈ മയ്യിത്തിനോട് കരുണ കാണിക്കണേ. അല്ലാഹുവേ, ഈ മയ്യിത്തിന്റെ എല്ലാ സകല പാപങ്ങളും വൃത്തിയാക്കി ശുദ്ധീകരിച്ചു കൊടുക്കണേ. ഇദ്ദേഹത്തിന് ഈ നാട്ടിൽ ജീവിച്ചതിനേക്കാൾ നല്ല അയൽവാസികളെ കൊടുക്കണേ, നല്ല ഇണകളെ കൊടുക്കണേ. വഅഇദുഹു മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാർ, നരകത്തിന്റെയും ഖബറിന്റെയും അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. ഇതാണ് നമ്മളെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്ക്. അതങ്ങോട്ട് വാക്കുകൊണ്ട് തീർന്നു പോകാതെ അങ്ങനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ഗ്ഫിർ ലിഹയ്യിനാ വമയ്യിതിനാ വശാഹിദിനാ വഗൈബിനാ വകബീരിനാ വസഗീരിനാ വദകരിനാ വഉൻസാനാ. ഈ പ്രാർത്ഥന അറിയാവുന്നവർക്ക് അതും ചൊല്ലാവുന്നതാണ്. ഇനി മരിച്ചിരിക്കുന്ന ജനാസ ഒരു പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണെങ്കിൽ മറ്റൊരു പ്രാർത്ഥനയാണ്. നമുക്കൊന്നേ അറിയുള്ളൂ, അതന്നെ പഠിച്ചെടുക്കാൻ പറ്റ പാടി നമുക്ക് അറിയുള്ളൂ. എന്നാൽ ഇനി രണ്ടാമതൊരു പ്രാർത്ഥന കൂടെ പഠിക്കണം. എപ്പോഴും സംഭവിക്കാം, ഒരു കുട്ടിയാണ് മരിച്ചതെങ്കിൽ മൂന്നാമത്തെ തക്ബീറിൽ ഇത് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ജഅൽഹു ഫറതൻ വദുഖറ وذخرا لوالديه وشفيعا مجابا اللهم ثقل به موازينهما وأعظم به أجورهما وألحقه بصالح المؤمنين واجعله في كفالة إبراهيم وقه برحمتك عذاب الجحيم. ആ കുട്ടിക്ക് വേണ്ടിയും കുട്ടിയുടെ ഉമ്മാക്കും ഉപ്പാക്കും നാളെ പരലോകത്തേക്കുള്ള ഒരു സൂക്ഷിപ്പ് മുതലാക്കി ഈ ജനാസയെ മാറ്റണേ എന്ന അർത്ഥം വരുന്ന പ്രാർത്ഥനയുടെ പുസ്തകമുണ്ട് ഇവിടെ പുറത്ത്. കൃത്യമായി ഇരുന്ന് എഴുതി പഠിക്കാൻ, വായിച്ചു പഠിക്കാൻ നമുക്ക് സൗകര്യം, പഠിച്ചിരിക്കണം. ഇത് അപൂർവം ചാൻസുകളാണ്. ഇത് നമുക്ക് ലഭിക്കുന്ന വലിയ നേട്ടമാണ്. നമ്മൾ ആലോചിച്ച് നോക്കും, ആ മരിച്ചു കിടക്കുന്ന കുട്ടി നമ്മുടെ കുട്ടിയാണെങ്കിലും ഒന്ന് ചിന്തിച്ച് നമ്മൾ വരും, പ്രാർത്ഥിക്കും നമ്മൾ. അതുകൊണ്ട് ആ നിലക്കുമുള്ള പ്രാർത്ഥനകൾ അതിൻ്റെ കൂടെയുണ്ട്. നാലാമത്തെ തക്ബീറിൽ അല്പസമയം നിശബ്ദമായാലും മതി. അല്ല ഇനി പറ്റുമെങ്കിൽ ഇങ്ങനെയും പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റ വലാ തുദില്ലനാ ബഅദ, അല്ലെങ്കിൽ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന അടക്കമുള്ള പ്രാർത്ഥനകൾ റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തുക, സലാം വിട്ടുക. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ നാട്ടിൽ ജനാസയുമായി ബന്ധപ്പെട്ട ചില അബദ്ധ ധാരണകളുണ്ട്. കുളിപ്പിച്ചു കഴിഞ്ഞു, ജനാസ എടുത്തു, കുളിപ്പിച്ച് ജനാസ എടുത്ത് കഫൻ ചെയ്ത് എല്ലാം കഴിഞ്ഞ് മയ്യത്ത് എടുക്കാൻ സമയത്ത് വീട്ടിൽ ഉമ്മ വന്നിട്ട് പറഞ്ഞു, ഇതെൻ്റെ ഭർത്താവാണ്, എനിക്ക് മയ്യത്ത് നമസ്കരിക്കണം. ഉടൻ അവിടെയുള്ള കാരണവന്മാരും നേതാക്കന്മാരും എഴുന്നേറ്റിട്ട് പറയും, സ്ത്രീകൾ നിസ്കരിക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, അവരുടെ വാപ്പയാണ് മരിച്ചിരിക്കുന്നത്, ആ സഹോദരിയുടെ ഭർത്താവാണ് മരിച്ചിരിക്കുന്നത്. അവർക്ക് പ്രാർത്ഥിച്ച് നമസ്കരിക്കണം. എന്താണ് തെറ്റ്? ഇസ്ലാമിൽ എവിടെയാണ് അതിന് തെറ്റ്? എന്നിട്ട് പറയാണ്, പുരുഷന്മാർ നിസ്കരിക്കുന്നതിന്റെ മുമ്പ് സ്ത്രീകൾ നമസ്കരിക്കുന്നത് മയ്യത്തിനോടുള്ള അപമാനമാണ്. ഈ പറയുന്ന ആളുകൾ സ്ത്രീകളെ അപമാനിക്കല്ലേ? ഏത് ഫത്വയാണ് നിങ്ങൾക്ക് ഇതിന് പറയാനുള്ളത്? ഏത് മദ്ഹബിന്റെ കിതാബുകളുടെ രേഖയാണുള്ളത്? വെറും നാട്ടിലെ ചിലരുടെ വാശി ഒഴിച്ചാൽ എത്ര വിലപ്പെട്ട ആ സഹോദരിമാരുടെ മനസ്സ്, ഒരു പക്ഷേ 20-30 കൊല്ലം ആ രോഗിനെ കിടന്ന് നോക്കിയത് ആ ഉമ്മയായിരിക്കും. ആ ഉമ്മാക്ക് അവസാനം ഒന്ന് ഉളുണ്ടാക്കി ഒന്ന് മയ്യത്ത് നമസ്കരിക്കാൻ എന്തിനാണ് പൗരോഹിത്യമേ നമ്മൾ തടസ്സം നിൽക്കുന്നത്? ഇസ്ലാമിൽ എവിടെയാണ് തെളിവ്? ആയിഷ റളിയല്ലാഹു അൻഹ സഅദ് ഇബ്നു അബീ വഖാസ് അല്ലാഹുവിന്റെ മയ്യത്ത് നമസ്കരിച്ച ചരിത്രം വരെ ഹദീസുകളിലുണ്ട്. അവരെക്കാളൊക്കെ വലുതാണോ നമ്മുടെ നാട്ടിൽ ആയിഷ? അവരൊന്ന് നമസ്കരിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതുകൊണ്ട് ആ കാര്യത്തിന്റെ ഒരു വലിയ അബദ്ധത്തെ തിരുത്താൻ നമ്മൾ ഓരോ മഹല്ലുകാരും ഇരുന്ന് ആലോചിച്ച് കിതാബുകൾ തുറന്ന് വായിക്കണം എന്നാ പറയാനുള്ളത്. 2, മയ്യത്ത് നമസ്കരിക്കുമ്പോഴും നോക്കേണ്ടത് സൊഫിലേക്കാണ്.
നമ്മുടെ സുജൂദിന്റെ സ്ഥാനത്തേക്കാ. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ജനാസ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നവരൊക്കെ അടുപ്പിച്ചടുപ്പിച്ച നിൽക്കുക. ഇവൻ കൈകെട്ടിയിട്ട് നോക്കുന്നത് മറ്റവന്റെ ഷോൾഡറിൽ കാണും. എന്തിന് കാരണം? മയ്യിത്ത് നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ പലയിടങ്ങളിലും സ്വഫുകൾ ചേർത്ത് നിൽക്കുന്നത് കാണാം. മാറ്റണം. സാധാരണ പോലെ നമസ്കരിക്കാൻ സ്വഫ് കെട്ടട്ടെ. ഒരു പള്ളി തീരെ സ്ഥലമില്ലാത്തൊരു ഘട്ടം വരികയാണെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കേണ്ടുള്ളത്. പള്ളി 2 നില പള്ളി, AC ഉണ്ട്, നീണ്ടു കിടക്കാണ്. ആളുകൾ കൃത്യമായി സ്വഫ് പാലിച്ചുകൊണ്ട് ജനാസ നിസ്കരിക്കുമ്പോൾ നിൽക്കാൻ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം, ചില കുട്ടികൾ അവർ മരിച്ചാൽ ജനാസ നമസ്കാരം ആവശ്യമില്ല. അത് 4 മാസം ഗർഭിണിയാകുന്നതിന് മുമ്പ്, 3 മാസം കൊണ്ട് മരിച്ച കുട്ടി ഉണ്ടാവും, 2 മാസം കൊണ്ടായ കുട്ടികളൊക്കെ ഉണ്ടാവും. അവർക്ക് ജനാസ നമസ്കാരം ആവശ്യമില്ല. എന്നാൽ 4 മാസം പൂർത്തിയാക്കിയ ഗർഭിണികളായിരിക്കെ ഒരു കുഞ്ഞ് മരിക്കുകയാണെങ്കിൽ അവർക്ക് ജനാസ നമസ്കാരം ഉണ്ടാകേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ജനാസയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കും മരണ വീടുകൾ റീൽസ് ചിത്രീകരണ കേന്ദ്രങ്ങളായി മാറി. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ തോണ്ടിക്കൊണ്ടിരിക്കുന്ന റീൽസിന്റെ ഇടയിൽ മരണ വീട്ടിലിരുന്നു കൊണ്ട് കോമഡി അടിച്ചുകൊണ്ടിരിക്കുന്ന, തമാശ റീലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ വിവരം കെട്ട പടുജാഹിലിങ്ങളുടെ വികാരം മനസ്സിലാക്കാൻ കഴിയാത്ത, മനുഷ്യരുടെ സങ്കടം കാണാൻ കഴിയാത്ത, മനുഷ്യന്റെ കണ്ണീര് തുടക്കാൻ കഴിയാത്ത ഈ ജീവികളെ, ഈ നിലക്കുള്ള മനോരോഗികളെ നമ്മൾ ഒരു നിലക്കും പ്രോത്സാഹിപ്പിക്കരുത്. എത്ര തമാശയാണെങ്കിലും ഷെയർ ചെയ്യരുത്. അതിനെതിരെ ശക്തമായ ഒരു താക്കീതായി നമുക്ക് മാറാനാണ് കഴിയേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധിയുള്ള, വിവേകമുള്ള, മനുഷ്യരുടെ വികാരങ്ങളെ മനസ്സിലാക്കാൻ കഴിവുള്ള നല്ലവരായ മുഅ്മിനീങ്ങൾ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أيها الإخوة والأخوات أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട്, പ്രവാചകൻ്റെ സുന്നത്തുകൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കാൻ ഓരോരുത്തരും ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. മനുഷ്യനെന്ന നമ്മൾ സമൂഹത്തിൻ്റെ ഇടയിൽ ജീവിക്കുന്നവരാണ്. നമ്മൾ ഒറ്റപ്പെട്ടും മാറി നിന്നും ജീവിക്കേണ്ടവരല്ല. സമൂഹത്തിൽ ഇറങ്ങി അവരുടെ നന്മകളിൽ കൂടെ നിന്ന് തിന്മ കാണുമ്പോൾ അതിനെ എതിർത്ത് സഹകരിക്കാൻ പറ്റുന്ന നന്മകളിലൊക്കെ സഹകരിച്ച് തആവനു അലൽ ബിർരി വത്തഖ്വ, പുണ്യങ്ങളോടെല്ലാം സഹകരിച്ചു കൊടുക്കും. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപത്തിന്റെ തിന്മകളുടെ കാര്യത്തിൽ ഒരു സഹകരണവുമില്ലാതെ സമൂഹത്തിന്റെ ഇടയിൽ നീതിയോടെ ജീവിക്കേണ്ടവരാണ് നമ്മൾ. ഒരു സമൂഹത്തിന്റെ ഇടയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഇടപെടലുകളിൽ, സംസാരങ്ങളിൽ പാലിക്കേണ്ടുന്ന 3 നിബന്ധനകളുണ്ട്. ഉലമാക്കന്മാർ രേഖപ്പെടുത്തുകയാണ്. 1, മനുഷ്യരുടെ സ്ഥാനത്തിനെ വില കൽപ്പിച്ചുകൊണ്ട് സംസാരിക്കണം. ഒരു പാമരനായ മനുഷ്യനോടും ഒരു പണ്ഡിതനായ മനുഷ്യനോടും ഒരേ തരത്തിലാവരുത്. ഒരു പ്രായം ചെന്ന മനുഷ്യനോടും ഒരു ചെറുപ്പക്കാരനോടും ഒരേ നിലവാരത്തിൽ സംസാരിക്കരുത്. ആവശ്യമായ ബഹുമാന ആദരവുകൾ പാലിച്ചുകൊണ്ട് സംസാരിക്കണം. ലൈസ മിന്നാ മല്ലം യർഹം സഗീറനാ വലം യുഅക്കിർ കബീറനാ, ചെറിയവരോട് കരുണ കാണിക്കാത്തവൻ, വലിയവരോട് ബഹുമാനമില്ലാത്തവൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. രണ്ടാമത് ഉലമാക്കന്മാർ പറയാണ്, ജനങ്ങളുടെ ബുദ്ധിയുടെ നിലവാരം അനുസരിച്ചുകൊണ്ട് അവരോട് സംസാരിക്കണം. എല്ലാവർക്കും ഒരേ ബുദ്ധി നിലവാരമാകില്ല. പല നിലത്തിനുമുള്ള നിലവാരങ്ങൾ സൂക്ഷിക്കുന്ന ആളുകളുണ്ടാകും. ബുദ്ധിയുടെ നിലവാരം, പ്രായം മാത്രമല്ല. അതുകൊണ്ട് അവർക്കെല്ലാം മനസ്സിലാകുന്ന രൂപത്തിലും ഉൾക്കൊള്ളുന്ന രൂപത്തിലും അവരോട് സംസാരിക്കണം. മൂന്നാമത് ഉലമാക്കന്മാർ പറയാണ്, സാഹചര്യം മനസ്സിലാക്കി സംസാരിക്കണം. സന്ദർഭം വരുന്നതിനനുസരിച്ച് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കാറുണ്ട്, വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. നബി തങ്ങൾ തമാശ പറയാറുണ്ട്, മറ്റുള്ളവരുടെ തമാശ കേട്ട് ചിരിക്കാറുണ്ട്. കളവ് പറഞ്ഞൊരിക്കലും ചിരിപ്പിക്കാറില്ല, ചിരിക്കാറുമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസന്റെ ഖബറിന്റെ അടുത്ത് വന്ന് ഇരുന്നു.
ജനാസ ഇറക്കി വെക്കാൻ സമയമുണ്ട്. സ്വഹാബത്ത് എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. നബി തങ്ങൾ അവരെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് ഖബറുമായി ബന്ധപ്പെട്ട സാഹചര്യവും സന്ദർഭവും മനസ്സിലാക്കി മയ്യത്തുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ കൊടുത്തു. ഒരു വിവാഹവേളയാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട ആ സാഹചര്യവും സന്ദർഭവും മനസ്സിലാക്കി അവിടെ നമ്മൾ സംസാരിക്കുന്നു. 4 ആളുകൾ കൂടി, ഒരു കുടുംബങ്ങൾ കൂടിയ ഒരു സന്ദർഭമാണ്. ആ കുടുംബത്തിന്റെ സാഹചര്യവും സന്ദർഭവും മനസ്സിലാക്കി സംസാരിക്കുന്നു. ആ നിലക്കുള്ള ഒരു രീതി ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ ഒരു മുസ്ലിമിന് ഉണ്ടാകേണ്ടതുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അവന്റെ മതമാവട്ടെ, അവന്റെ കുടുംബമാവട്ടെ, അവന്റെ സമൂഹമാകട്ടെ, ഏതേത് മേഖലയിലും അവൻ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അവൻ ഇല്ലെങ്കിൽ കാര്യമറിയാതെ ഇടപെടാൻ ശ്രദ്ധിക്കാതെ പോയാൽ വലിയ അപകടങ്ങളിലേക്കാണ് വരിക. അശാന്തിയുടെ അഗ്നിപർവ്വതങ്ങൾ പുകയുന്ന ഇടങ്ങളായി ഇന്ന് കുടുംബങ്ങൾ മാറുകയാണ്. ജീവിത വഴിയിൽ എപ്പോഴോ പരിചയപ്പെട്ടവരുടെ കൂടെ ഒളിച്ചോട്ടാൻ 18 തികയാൻ കാത്തു നിൽക്കുന്ന പെൺമക്കളുള്ള കാലഘട്ടം. അവൻ്റെ മതം പ്രശ്നമല്ല, പാർട്ടി പ്രശ്നമല്ല, ജോലി പ്രശ്നമല്ല, തറവാട് പ്രശ്നമല്ല. ഒരുത്തനെ കിട്ടിയാൽ മതി ഇറങ്ങിയോടാൻ കൊതിച്ചു നടക്കുന്നവരുടെ കാലഘട്ടത്തിലാണ്. അവിഹിത ബന്ധങ്ങളും സ്വരച്ചേർച്ചയില്ലായ്മയും സമാധാനം നഷ്ടപ്പെടുത്തുന്ന കുടുംബ സാമൂഹിക അന്തരീക്ഷം നമ്മുടെ മുമ്പിലുണ്ട്. വിവാഹം തന്നെ വേണ്ടെന്ന് പറയുന്ന, മുഖമക്കനെ ചുറ്റിയ, പൂർണ്ണമായി പർദ്ദയും നികാബും ധരിച്ചു നടക്കുന്ന പെൺകുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്നു. തുറന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. മതവും ധാർമ്മികതയും ഒന്നും ആവശ്യമില്ല, തോന്നിയതുപോലെ ജീവിച്ചാൽ മതി എന്ന് നമ്മുടെ പുതിയ തലമുറയിലെ മക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഉണർന്നൊന്ന് ബോധത്തോടെ നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കണ്ണൂർ ജില്ലയിലെ മുഴുവൻ പ്രദേശങ്ങളിൽ നിന്നും മതം, കുടുംബം, സമൂഹം എന്ന വലിയൊരു പ്രമേയം ഉന്നയിച്ചുകൊണ്ട് ഇരിട്ടിയിൽ പുന്നാട് എന്ന പ്രദേശത്ത് ഈ വരുന്ന ഞായറാഴ്ച 4 മണി മുതൽ ഒരു ഫാമിലി അവേക്കനിങ് കോൺഫറൻസ് കഴിഞ്ഞ ആഴ്ചയിൽ ഓർമ്മപ്പെടുത്തിയിരുന്നു. വരാത്ത ആളുകൾക്ക് വേണ്ടി ഒന്നുകൂടെ പറയാണ്, നമ്മൾ ഇവിടെ നിന്ന് വാഹനം പുറപ്പെടുകയാണ്. കുടുംബങ്ങളെയാണ് നമുക്കതിലേക്ക് ആവശ്യം. ഇനിയും ചില സീറ്റുകൾ കൂടെ ബാക്കിയുണ്ട്. കഴിയാവുന്നവരൊക്കെ ഈ ദീനിൻ്റെ മേഖലയിൽ നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന ഒരാളുടെ ചീറ്റലുകൾ കുടുംബത്തിൻ്റെ എല്ലാ സ്വസ്ഥതകളും നഷ്ടപ്പെടുത്തും. നല്ലവണ്ണം ഇരുന്ന് കുടുംബത്തോടെ കൊണ്ടുപോയി ഇരുത്തി കേൾപ്പിച്ചില്ലെങ്കിൽ പുതിയ നമ്മുടെ തലമുറയിലെ മക്കൾ നമുക്ക് കൂടെ ഉണ്ടാകുമെന്ന സാന്ത്വന വാക്കുകൾ ലഭിക്കാതെ പോകുമെന്ന വേദനയോടെ നമ്മൾ മനസ്സിരുത്തി അവരെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹുവിൻ്റെ ദീന് നന്നായി പഠിക്കുക. പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഖുർആൻ ക്ലാസ്സുകളിലേക്ക് നമ്മുടെ കുടുംബത്തെ പങ്കെടുപ്പിക്കുക. CRE ക്ലാസ്സുകൾ അവർക്ക് വേണ്ടി ആഴ്ചയിൽ കുറഞ്ഞ സമയം കുട്ടികളുടെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പഠന ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെയൊക്കെ എനിക്കെന്ത് റോള് ചെയ്യാൻ പറ്റി, ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഉമ്മ എവിടെ, എൻ്റെ ഭാര്യ എവിടെ, എൻ്റെ മക്കൾ എവിടെ എന്ന് ഓരോരുത്തരും ഇരുന്ന് സ്വന്തത്തോട് മനസാക്ഷിയോട് ചോദിച്ച് നാളെ വിലപിക്കാതിരിക്കാൻ, സങ്കടപ്പെടാതിരിക്കാൻ നേരത്തെ മുൻകൂട്ടി ഒരുങ്ങുക, ആസൂത്രണങ്ങൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബങ്ങളിലൂടെ ശാന്തിയുള്ള, സമാധാനമുള്ള, കൺകുളിർമയുള്ള, ഏതു സമയവും ആനന്ദിക്കാൻ പറ്റുന്ന, എന്തൊക്കെ പ്രതിസന്ധി പുറത്ത് നടന്നാലും എൻ്റെ വീട്ടിൽ എനിക്ക് ആശ്വാസമാണെന്ന ചിന്തയുണ്ടാക്കാൻ പറ്റുന്ന കുളിർമയുള്ള കുടുംബമാക്കി അള്ളാഹു മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ.